ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പിക്ചർ ഫുള്ള് നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെടികളുടെയൊക്കെ തണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. മുകളിൽ നിന്ന് താഴോട്ടും ചെയ്യാം, താഴെ നിന്ന് മുകളിലോട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്ലോത്തിൻ്റെ താഴ്വശത്ത് നിന്നും നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് ഒരു നിശ്ചിത അകലത്തിൽ മാറ്റി കുത്തിയിട്ട് ആദ്യം കുത്തിയ ആ പോയിൻറ്റിൽ കുത്തി വീണ്ടും ത്രെഡ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് താഴെ വീണ്ടും കുത്തിയിട്ട് ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിൻറ്റിൽ കുത്തി പിന്നെ മുകളിലേക്ക് എടുത്ത് പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ സ്റ്റിച്ച്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 3 സ്റ്റാൻഡ്സിലുള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ആ വേവും വിപ്ഡ് സ്റ്റിച്ചും ഒക്കെ ചെയ്തപ്പം കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഇത് നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, ഫാസ്റ്റായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ സ്റ്റെമ്മ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ലീഫാണ് ചെയ്യുന്നത്. ലീഫും ഈ സെയിം ആദ്യം കുത്തി മുകളിലേക്ക് എടുത്തിട്ട് തൊട്ടടുത്ത ഒരു നിശ്ചിത പോയിൻറ്റിൽ കുത്തി നമ്മൾ താഴേക്കെടുത്ത് ആദ്യം കുത്തിയ പോയിൻറ്റിലാണ് നമ്മൾ കുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഫ്ലവേഴ്സും എല്ലാം നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ത്രെഡ് എപ്പോഴും ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാൻ, അതായത് നീഡിൽ ഇങ്ങനെ കുത്തിയെടുക്കുന്നത് ഒരു വശത്തൂടെ തന്നെ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വേവ് പോലെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.